സ്ട്രോങ് റൂം വിവാദത്തിൽ UDF പരാതി തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മെറ്റീരിയൽ റൂം തുറന്നതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. പേരാമ്പ്ര, കൊയിലാണ്ടി വരണാധികാരികളെ മാറ്റണമെന്ന UDF ആവശ്യവും തള്ളിയിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട് UDF ഉയർത്തിയ ആരോപണങ്ങൾ തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മെറ്റീരിയൽ റൂം തുറന്നതിൽ ചട്ടലംഘനമുണ്ടായിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതായി ജില്ലാ കളക്ടർ വ്യക്തമാക്കി. വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമാണ്, വരണാധികാരികളെ മാറ്റേണ്ട സാഹചര്യമില്ല, മറ്റ് നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതായി ജില്ലാ കളക്ടർ. EVM സ്ട്രോങ് റൂം വാസ് നെവർ ഓപ്പൺ. ഒരു മെറ്റീരിയൽ സ്ട്രോങ് റൂം ആയിരുന്നു. കൊയിലാണ്ടി വിഷയിലും അങ്ങനെ CO ഓർഡർ വളരെ ക്ലിയർ ആയിട്ടാണ് ദാറ്റ് വയലേഷൻ അല്ല, ഒരു റുട്ടീൻ ചെക്കിംഗ് പോലെ അവർ പോയിട്ടുണ്ടായിരുന്നു. ഇന്നർ പെരിമീറ്റർ പോയിട്ടില്ല, പെരിമീറ്റർ ബ്രീച്ച് ചെയ്തിട്ടില്ല, വയലേഷൻ അല്ല. പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂം തുറന്നുവെന്നും ഇത് ജനവിധി അട്ടിമറിക്കാനുള്ള നീക്കമാണ് എന്നുമായിരുന്നു UDF ആരോപണം. കൊയിലാണ്ടി മണ്ഡലത്തിലെ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ടും UDF ആരോപണം ഉന്നയിച്ചു. നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെയും സമീപിച്ചു. കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രേഖപ്പെടുത്തിയിരുന്നു. പിന്നാലെയാണ് ചട്ടലംഘനമുണ്ടായിട്ടില്ലെന്ന കണ്ടെത്തൽ. റിപ്പോർട്ടർ, കോഴിക്കോട്.